എന്താ എന്താ ഇവിടെ പ്രശ്നം? ഹാ, ഇവിടെ ഉണ്ടോ? ചുക്കില്ലാത്ത കഷായമില്ലല്ലോ. എന്താണാവോ ഇന്നത്തെ പ്രോബ്ലം? പ്രോബ്ലം എനിക്കല്ല മാഡം, ഇവർക്കാണ്. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? മാഡം, ഈ അപൂർവ ഞങ്ങളുടെ വാഷ്റൂം ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ? ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ള വാഷ്റൂം അല്ലേ? അവിടെ ഈ കുട്ടിയെപ്പോലെ ആണാണെന്ന് അവകാശപ്പെടുന്ന ഒരാള് വരുന്നതും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതും ഞങ്ങൾ ഗേൾസിന് ഒട്ടും കംഫർട്ടബിൾ അല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ കുട്ടി പിന്നെ എവിടെ പോവും? അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല മാഡം. അവള് വേണമെങ്കിൽ ജെൻസിന്റെ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ, പക്ഷെ ഇവിടെ പറ്റില്ല. മാഡം, അപൂർവ ഇതുവരെ ഈ വാഷ്റൂമാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് ആർക്കും ഒരു കുഴപ്പമോ പരാതിയോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം മാത്രം എന്താ പ്രശ്നം? ഇതുവരെ ഈ കുട്ടി ഗേൾ ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറ്റിച്ചതാണെന്ന് ഈ കുട്ടി തന്നെ സമ്മതിച്ചല്ലോ. ഇപ്പൊ ആണാണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ടീച്ചർ ഇങ്ങ് വന്നേ. ടീച്ചർ, ഇതൊരു റെയർ കേസാണല്ലോ. ഇനി എന്ത് ചെയ്യും? കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ട് മാഡം. ഈ കുട്ടി ആണാണെന്ന് അത് തന്നെ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഗേൾസിന്റെ വാഷ്റൂമിൽ എങ്ങനെ വിശ്വസിച്ച് കയറ്റും? അതുമാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ കുട്ടിക്കൊരു കൺസെഷൻ കൊടുത്താ ഇവിടുത്തെ ചില വേന്ദ്രന്മാര് അതൊരവസരമാക്കി എടുക്കുകയും ചെയ്യും. യെസ് യെസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ ഓർത്തില്ല. അത് മാത്രമല്ല, ഈ ഗേൾസ് ഇതൊരു ഇഷ്യൂ ആക്കിയാൽ PTA മീറ്റിംഗിൽ നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ മെജോറിറ്റിയുടെ കൂടെ നിൽക്കുന്നതാവും മാഡം നല്ലത്. അതെ അതെ, വരൂ. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വാഷ്റൂം താൻ യൂസ് ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ? മാഡം, ഇപ്പോഴത്തേക്കെങ്കിലും എനിക്കൊരു ഇളവ് തരണം. എന്തു പറയുന്നു? അത് പറ്റില്ല മാഡം. ഇളവ് വേണമെങ്കിൽ ഈ കുട്ടി ആണല്ല പെണ്ണ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടണം. എന്നുവെച്ചാ ഒരു ബെയർ ബോഡി ടെസ്റ്റിന് ഈ കുട്ടി തയ്യാറാവണം. ഇനി ഞങ്ങളുടെ മുന്നിൽ വെച്ചത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാഡത്തിനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. മാഡം പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമാ. നിന്റെയൊക്കെ തുണിയഴിച്ച് പരിശോധിക്കാനല്ല ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്നത്. ആരും ആരെയും പരിശോധിക്കാൻ നിൽക്കണ്ട. ദേ, ഞാനൊരു തീരുമാനം പറയും, അതങ്ങ് അനുസരിച്ചാ മതി. അപൂർവ വിജയ് ഇനി മുതൽ ഗേൾസിന്റെ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടില്ല. ഗേൾസ് ഒന്നടങ്കം എതിർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കാര്യത്തിൽ കൂടുതൽ ഡിസ്കഷനും ഡിബേറ്റും ഒന്നും വേണ്ട. എല്ലാരും ക്ലാസ് റൂമിലോട്ട് പോ. പോ. ഹാപ്പി ആയല്ലോ? മിടുക്ക്. വല്ലാതങ്ങ് കൂടിയപ്പോ ആലോചിക്കണമായിരുന്നു. ഇതുപോലെ പലതും തനിക്ക് മുട്ടി നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന്. നോക്കിക്കോ, നീ ഇനി പലതും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അത്രയ്ക്കങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റാതായെങ്കിൽ ചെന്ന് വല്ല മറയത്തും കാര്യം സാധിക്ക്. അല്ലാതെ ഞാനെന്ത് പറയാനാ? വാ ടീച്ചറെ. അപ്പോ എനിക്ക് യൂറിൻ പാസ് ചെയ്തേ പറ്റുമാണോ? അടിവേർ വല്ലാതെ വേദനിക്കുന്നു. നീ വാ. നീ ഇത് എങ്ങോട്ടാ മാളു? നീ വാ നോക്കാം. മാളു എങ്ങോട്ടാന്ന്? വാ, വഴിയുണ്ടാക്കാം. അപ്പുക്കുട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു.
വേണമെങ്കിൽ ഞങ്ങളുടെ വാഷ്റൂം ഉപയോഗിക്കാം കേട്ടോ. ഫെസിലിറ്റീസ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും.